ആർക്കിടെക്ചർ എന്ന് പറയുന്നത് രണ്ട് കോമ്പണൻസ് കൂടിയിട്ടുള്ളതാണ്. ബേസിക് സ്ട്രക്ചർ ഓഫ് എ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് രണ്ട് കോമ്പണൻസ് കൂടിയാണ് ഉണ്ടാകുന്നത്. കമ്പ്യൂട്ടറിന്റെ ആർക്കിടെക്ചറും രണ്ട് കമ്പ്യൂട്ടറിന്റെ ഓർഗനൈസേഷനും. അപ്പോൾ നമ്മൾ ഈ സബ്ജക്റ്റിൽ കംപ്ലീറ്റ്ലി പഠിക്കാൻ പോകുന്നത് ഇതിനെക്കുറിച്ചാണ്. ബേസ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചറും കമ്പ്യൂട്ടർ ഓർഗനൈസേഷനെയും കുറിച്ചാണ് നമ്മൾ ഈ സബ്ജക്റ്റിൽ മെയിൻ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ആദ്യം കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ എന്താന്ന് നോക്കാം. ഒരു വീട് പണിയുമ്പോൾ ബേസിക്കലി ഒരു ആർക്കിടെക്റ്റിന്റെ അടുത്ത് പോകുന്നത് എന്തിനാണ്? അതിന്റെ പ്ലാൻ വരയ്ക്കാൻ. പ്ലാൻ എന്ന് പറയുന്ന ഒരു ഹൈ ലെവൽ ഡിസൈൻ ആണ്. ആർക്കിടെക്ചർ കാര്യമായിട്ട് പഠിച്ചിട്ടൊക്കെ വരയ്ക്കുന്ന ഒരു കാര്യമാണ്. സോ സെയിം വേ നമ്മളുടെ കമ്പ്യൂട്ടറിന്റെ ആർക്കിടെക്ചർ എന്ന് പറയുന്നതും ഒരു ഹൈ ലെവൽ ഡിസൈൻ ആണ്. ശരിക്കും അതിന്റെ സർക്യൂട്ട്സ് കാര്യങ്ങള് ഡിസൈൻ, നമ്മൾ പ്രോസസർ എങ്ങനെ എന്നൊക്കെ പറഞ്ഞ ഹൈ ലെവൽ ഡിസൈൻ ആണ്. ബേസിക്കലി ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ വരയ്ക്കുന്നത്. കമ്പ്യൂട്ടർ അവിടെ ബിൽഡ് ചെയ്യല്ല, അതിന്റെ കോൺസെപ്റ്റിനെയാണ് നമ്മൾ അവിടെ ബിൽഡ് ചെയ്യുന്നത്. സോ ദാറ്റ് മീൻസ് ഇറ്റ്സ് എ കോൺസെപ്ച്വൽ ഡിസൈൻ ആണ് അവിടെ വരയ്ക്കാൻ പോകുന്നത്. ഇനി ഇത് മെയിൻലി ഡീൽ ചെയ്യുന്നത് കമ്പ്യൂട്ടറിന്റെ ഫങ്ഷണൽ ബിഹേവിയറിനെയാണ്. കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം കമ്പ്യൂട്ടർ എന്നൊക്കെ ഉള്ളതാണ്. എങ്ങനെ ചെയ്യുന്നു എന്നല്ല, എന്തൊക്കെ ചെയ്യണം. ഫങ്ഷണൽ ബിഹേവിയർ ഓഫ് ദ സിസ്റ്റം ആണ് ഇതിൽ കൂടെ അവർ പറയുന്നത്. സോ ഇതൊരു ഹൈ ലെവൽ ഡിസൈൻ ആണ്, കോൺസെപ്റ്റ് ആണ്. ബേസിക്കലി ഇത് ഡീൽ ചെയ്യുന്നത് കമ്പ്യൂട്ടറിന്റെ സ്ട്രക്ചറിനെ ആയിരിക്കും. കമ്പ്യൂട്ടറിന്റെ സ്ട്രക്ചറിനെയാണ്, എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതാണ് ഇത് ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ എന്താണ് ഈ സിസ്റ്റം ചെയ്യാൻ പോകുന്നത്? ഇറ്റ് ബേസിക്കലി ഡീൽസ് അബൌട്ട് വാട്ട് ദ സിസ്റ്റം ഡസ്. വാട്ട് സിസ്റ്റം ഡസ് എന്നുള്ളതാണ് ഇത് മെയിൻ ആയിട്ട് ഡീൽ ചെയ്യുന്നത്. എക്സാമ്പിൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളൊരു പ്രോസസർ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. ഇതിന് എക്സാമ്പിൾ ഒരു ഡിസൈനിങ് എ പ്രോസസർ. ഇപ്പോ പാരലൽ പ്രോസസ്സിംഗ് സപ്പോർട്ട് ചെയ്യുന്ന ഡിസൈനിങ് എ പ്രോസസർ വിച്ച് സപ്പോർട്ട്സ് പാരലൽ പ്രോസസ്സിംഗ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോസസറിനെ നമുക്ക് ഡിസൈൻ ചെയ്യണം. ഇങ്ങനെ പറയുന്നതല്ല, ഇതിന്റെ അണ്ടറിൽ അല്ലെങ്കിൽ ഒരു ക്യാഷെ മെമ്മറി ഫോർ ഫാസ്റ്റർ ആക്സസ്, ഡിസൈനിങ് എ പ്രോസസർ വിത്ത് ക്യാഷെ മെമ്മറി. ഇതിന് ബേസിക്കലി ആർക്കിടെക്ചർ തന്നെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ RISC, റിസ്ക് ആർക്കിടെക്ചർ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഇതൊക്കെ കുറച്ച് ഹൈ ലെവലിൽ ഉള്ളതാണ്. ഒരു എക്സാമ്പിളിന് വേണ്ടി ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ആണ് ശരിക്കും കമ്പ്യൂട്ടറിന്റെ പെർഫോമൻസിനെ ഒപ്റ്റിമൈസ് ചെയ്യുന്നത്, എഫിഷ്യൻസിനെ ഒക്കെ ഒപ്റ്റിമൈസ് ചെയ്യുന്നത്. സോ ബേസിക്കലി ഒപ്റ്റിമൈസേഷൻ നടത്തും. എന്തിനെ? പെർഫോമൻസിനെയും എഫിഷ്യൻസിനെയും ഒപ്റ്റിമൈസ് ചെയ്യുന്നതിന്റെ വർക്കും ആക്ച്വലി കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ എന്നാണ് ഉള്ളത്. ആൻഡ് അഗെയിൻ ഇത് സോഫ്റ്റ്വെയർ സ്കെയിലബിലിറ്റി ഓഫ് സോഫ്റ്റ്വെയർ യൂസ് ആക്ച്വലി കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ഡീൽ ചെയ്യും. സ്കെയിലബിലിറ്റി, നമ്മളിപ്പോ ഒരു കമ്പ്യൂട്ടർ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാലും അതിൽ സോഫ്റ്റ്വെയർ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ ഈ കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിന് ഒരു കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ആണ് ആക്ച്വലി സോഫ്റ്റ്വെയർ സ്കെയിലബിലിറ്റി സപ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് ഇനി അടുത്തത് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ എന്താന്ന് നോക്കാം. ഈ പറഞ്ഞ കോൺസെപ്റ്റിനെയൊക്കെ നമുക്ക് ഫിസിക്കലി ഇംപ്ലിമെന്റ് ചെയ്യണം. സോ അതാണ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ഡീൽ ചെയ്യുന്നത്. ഫിസിക്കൽ ഇംപ്ലിമെന്റേഷൻ ആണ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ഡീൽ ചെയ്യുന്നത്. അപ്പം ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഈ ഫിസിക്കൽ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ കമ്പ്യൂട്ടർ കമ്പോണൻസ് ആൻഡ് ഹൗ ദേ physical implementation of computer components and how they operate together. ഇവരെങ്ങനെ ഒരുമിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്നു എന്നതും കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ബേസിക്കലി ദ സിസ്റ്റം ഡസ്. മറ്റേത് വാട്ട് ആയിരുന്നെങ്കിൽ ഇവിടെ ഹൗ ദ സിസ്റ്റം ഡസ് ഓൾ ദ തിങ്സ്. അതാണ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ചെയ്യുന്നത്. അപ്പൊ ഇതൊരു ഫിസിക്കൽ ലെവലാണെന്ന് പറഞ്ഞു, ഇംപ്ലിമെന്റേഷൻ ലെവലാണ്, ഹൈ ലെവൽ ഡിസൈൻ ആണ്. പക്ഷെ ഇതൊരു ലോ ലെവലാണ്, ഓരോ കോമ്പണൻസിനെയും ഡീൽ ചെയ്യുന്നു. സോ ഒരു ലോ ലെവൽ ഡിസൈൻ ആണ് ഇത് ബേസിക്കലി ഡീൽ ചെയ്യുന്നത്. അതുപോലെ ഇത് ലോജിക് ഡിസൈൻ, ലോജിക് ആണ് ഇവിടെ ഹാൻഡിൽ ചെയ്യപ്പെടുന്നത്. ഇവിടെ ഒപ്റ്റിമൈസേഷൻ ആയിരുന്നു എങ്കിൽ ഇവിടെ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആണ് എൻഷുർ ചെയ്യുന്നത് ഹാർഡ്വെയർ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നും ഹാർഡ്വെയർ ഈസ് ഫങ്ഷണൽ എന്നതും ഹാർഡ്വെയർ ഫങ്ഷണൽ ആണ് എന്നതും ആൻഡ് എഫിഷ്യന്റ്ലി എക്സിക്യൂട്ടിംഗ് ആണെന്നുള്ളതും. ഇവിടെ എഫിഷ്യന്റ് എക്സിക്യൂഷൻ
എൻഷുർ ചെയ്യുന്നത് ഓർഗനൈസേഷൻ ആണ്. അതുപോലെ തന്നെ ഇപ്പോ ഇൻസ്ട്രക്ഷൻസ് ഓരോന്നും ഫിസിക്കലി എങ്ങനെയാണ് എക്സിക്യൂട്ട് ആകുന്നത്, ഇൻസ്ട്രക്ഷൻസിന്റെ ഫിസിക്കൽ എക്സിക്യൂഷൻ ഡീൽ ചെയ്യുന്നത് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആണ്. ഇതിനൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്നു. എന്തിനുള്ളത്, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള CPU ഫംഗ്ഷന് വേണ്ടി ഉള്ള ഒരു സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അണ്ടറിലാണ് വരുന്നത്. ഇപ്പൊ ഇംപ്ലിമെന്റേഷൻ ഓഫ് പൈപ്പ് ലൈനിങ്, ബസസ്, കൺട്രോൾ സിഗ്നൽസ് ഇതിന്റെ അണ്ടറിൽ പറയാം. സോ നമ്മളിപ്പോ ഒരു ഡിഫറൻസിയേഷൻ ആണ് ആക്ച്വലി നടത്തിയത് കമ്പ്യൂട്ടർ ആർക്കിടെക്ചറും ഓർഗനൈസേഷനും തമ്മിലുള്ളത്. അപ്പൊ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ എന്ന് പറയുന്ന ഹൈ ലെവൽ ഡിസൈൻ ആണ്. അറ്റ് ദ സെയിം ടൈം ഇത് വന്നിട്ട് ലോ ലെവൽ ഡിസൈൻ ആണ്. ഇത് കൺസെപ്ച്വൽ ലെവലിലാണ്, ഇത് ഇംപ്ലിമെന്റേഷണൽ ലെവലിലാണ് വരുന്നത്. ഫങ്ഷണൽ ബിഹേവിയറിനെ ഡീൽ ചെയ്യുന്നത് ഇത് ലോജിക്കൽ ബിഹേവിയറിന്. ബേസിക്കലി സ്ട്രക്ചർ ആണ് ഇതിന് കൊടുക്കുന്നത്. ഇതിൽ ഫിസിക്കൽ ഇംപ്ലിമെന്റേഷൻ ആൻഡ് ഹൗ ദേ ഓപ്പറേറ്റ് ടുഗെദർ എന്നുള്ളത്, എന്താണ് വാട്ട് സിസ്റ്റം ഡസ് ആൻഡ് ഹൗ ദ സിസ്റ്റം ഡസ്, അതാണ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ഡീൽ ചെയ്യുന്നത്. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, ഒരു പ്രോസസറിനെ ഡിസൈൻ ചെയ്യുന്നു, പാരലൽ പ്രോസസ്സിംഗ് ഉള്ള ഒരു പ്രോസസറിനെ ഡിസൈൻ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. ഇതിനൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള CPU ഫംഗ്ഷന് വേണ്ടിയുള്ള ഒരു സർക്യൂട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആയിരിക്കും എക്സാമ്പിൾ. പിന്നെ ഇത് ചെയ്യുന്ന ഒപ്റ്റിമൈസ്, പെർഫോമൻസിനെ എഫിഷ്യൻസിനെ ഒപ്റ്റിമൈസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ആണ്, അതിന്റെ ഡിസൈൻ ആണ്. ഇത് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡ്വെയർ എല്ലാം ഫംഗ്ഷണൽ ആണ്, എഫിഷ്യന്റ് എക്സിക്യൂഷൻ ആണെന്ന് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആണ് എൻഷുർ ചെയ്യുന്നത്. നോക്കാൻ പോകുന്നത് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ ആണ്. ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മളെല്ലാം ചെറിയ ക്ലാസ് മുതൽ പഠിച്ചിട്ടുള്ളതാണ്. വാട്ട് ആർ ഫങ്ഷണൽ യൂണിറ്റ്സ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി നമുക്കറിയാം ഫങ്ഷണൽ ഒരു കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു ഇൻപുട്ട് യൂണിറ്റ് ഉണ്ടാവും, സെക്കൻഡ് വൺ ഒരു ഔട്ട്പുട്ട് യൂണിറ്റ് ഉണ്ടാവും. ഇതിനെ രണ്ടിനെയും കൂടെ കമ്പൈൻഡ് ആയിട്ട് നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറയാറുണ്ട്. ഇൻപുട്ട് ഔട്ട് IO യൂണിറ്റ്സ് എന്ന് പറഞ്ഞ് നമ്മൾ നെയിം ചെയ്യുന്നത് ഇൻപുട്ടിന്റെ ഔട്ട്പുട്ടിന്റെയും കമ്പൈൻഡ് ഇതിനെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ഡീൽ ചെയ്യുന്ന എല്ലാത്തിനെയും സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു മെമ്മറി യൂണിറ്റ് ഉണ്ടാവും കമ്പ്യൂട്ടറിന്. ഇനി ഇതിനെല്ലാം പ്രോസസ്സ് ചെയ്യുന്നത് നമ്മൾ CPU എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്, പ്രോസസർ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അപ്പം അതിൽ ഫസ്റ്റ് വൺ അരിത്തമെറ്റിക്കൽ ആൻഡ് ലോജിക്കൽ യൂണിറ്റ്. അരിത്തമെറ്റിക്കൽ ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസിനെ പെർഫോം ചെയ്യുന്നത് ALU ആണ്. എല്ലാം കൺട്രോൾ ചെയ്യുന്ന യൂണിറ്റ് ആണ് കൺട്രോൾ എന്ന് പറയുന്ന യൂണിറ്റ്. കൺട്രോൾ രണ്ടും കമ്പൈൻഡ് ആയിട്ട് വരുന്നതിനെയാണ് നമ്മളൊരു പ്രോസസർ എന്ന് വിളിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ആക്ച്വലി ഒരു കമ്പ്യൂട്ടറിന്റെ ഫങ്ഷണൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഒരു കമ്പ്യൂട്ടർ ഫുള്ളി ഫങ്ഷണൽ ആവണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ വേണം. ഈ യൂണിറ്റ്സ് എല്ലാം ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടാണ്, എല്ലാ യൂണിറ്റ്സും വർക്ക് ടുഗെദർ എന്നാലേ ഒരു കമ്പ്യൂട്ടർ ഫുള്ളി ഫങ്ഷണൽ ആവുള്ളൂ. വർക്ക് ടുഗെദർ എക്സിക്യൂട്ട്, എന്തിനാണ് വർക്ക് ടുഗെദർ ടു എക്സിക്യൂട്ട് ഇൻസ്ട്രക്ഷൻസിനെ എക്സിക്യൂട്ട് ചെയ്യാന്, കറസ്പോണ്ടിങ് ടാസ്ക് പറഞ്ഞിരിക്കുന്ന ടാസ്ക് പെർഫോം ചെയ്യാനും വേണ്ടിയിട്ടാണ് കറസ്പോണ്ടിങ് പറഞ്ഞിരിക്കുന്ന ടാസ്ക്. ഇതാണ് കമ്പ്യൂട്ടർ ആക്ച്വലി ചെയ്യുന്നത്. പറഞ്ഞു ഫങ്ഷണൽ യൂണിറ്റ്സ് എന്തൊക്കെയാണെന്ന്. നമ്മൾ ഈ ഓരോ ഫങ്ഷണൽ യൂണിറ്റിനെയും എടുത്ത് പഠിക്കണം. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻപുട്ട് യൂണിറ്റ് ആണ്. ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇൻപുട്ട് ഡിവൈസസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പണ്ട് മുതൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും ഡേറ്റനെ കളക്ട്, ഇതിന്റെ മെയിൻ ഫങ്ഷൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ കളക്ട് ചെയ്യണം. ഡേറ്റ കളക്ഷൻ ഇൻപുട്ട് യൂണിറ്റിന്റെ പരിപാടിയാണ്. ആൻഡ് ഇൻസ്ട്രക്ഷൻസിനെയും കളക്ട് ചെയ്യണം. എന്താണ് ചെയ്യേണ്ടത് എന്നതും ഇൻപുട്ട് യൂണിറ്റിൽ നിന്ന് തന്നെ വേണം കൊടുക്കാൻ. അപ്പോ ഇത് കളക്ട് ചെയ്യേണ്ടത് ഇറ്റ് ഇസ് ഫ്രം ദ യൂസർ ഓർ എക്സ്റ്റേണൽ ഇൻപുട്ട്. ഫ്രം യൂസേഴ്സ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ സോഴ്സസ് ഉണ്ടാവാം എന്തെങ്കിലും ഒക്കെ. ഇപ്പം സ്കാനർ ഓർഡറൊക്കെ കൊടുക്കുന്നത് പോലെ ഫ്രം യൂസർ ഓർ ഫ്രം എക്സ്റ്റേണൽ സോഴ്സസ്. യൂണിറ്റ് ആണ് ആക്ച്വലി ബിറ്റ്സ് ബൈനറി ലാംഗ്വേജേ മനസ്സിലാവുള്ളൂ ഡിജിറ്റൽ ആയിട്ട്. പക്ഷെ നമ്മൾ കൊടുക്കാൻ പോകുന്ന കീബോർഡിൽ കൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ലാംഗ്വേജിൽ, അല്ലെങ്കിൽ എന്ത് ഇൻപുട്ട് ആണെങ്കിലും നമ്മുടെ ലാംഗ്വേജിലായിരിക്കും. അപ്പോ കൺവേർഷൻ നടത്തേണ്ടത്, കറസ്പോണ്ടിങ് ഡിജിറ്റലിലേക്കുള്ള കൺവേർഷൻ നടത്തുന്നത് ഇൻപുട്ട് യൂണിറ്റ് ആണ്. അപ്പൊ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഭാഷയിലേക്കുള്ള കൺവേർഷൻ ആണ്
ഇൻപുട്ട് യൂണിറ്റ് നടക്കുന്നത്. സോ ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഇന്റർഫേസ് ആയിട്ടാണ് ആക്ട് ചെയ്യുക ബിറ്റ്വീൻ യൂസർ ആൻഡ് ദ കമ്പ്യൂട്ടർ. ഇതിന്റെ ബേസിക് വർക്കിങ്ങും കൂടെ ഒന്ന് നോക്കാം. എങ്ങനെയാണ് ഇൻപുട്ട് യൂണിറ്റ് വർക്ക് ചെയ്യുന്നത്. കീ ഈസ് പ്രസ്ഡ് എങ്കിൽ നമുക്ക് ഒരു കീ പ്രസിന്റെ കാര്യത്തിലാണ് പറയുന്നതെങ്കിൽ കീ ഈസ് പ്രസ്ഡ് ലെറ്റർ ഓർ ഡിജിറ്റ്, ഏത് ലെറ്ററോ അല്ലെങ്കിൽ എന്തും ആവട്ടെ ആ ഡിജിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിന്റെ ബൈനറി കോഡിലേക്ക് ചേഞ്ച് ആക്കും. നടത്തുന്നത് ആക്ച്വലി ഈ ഇൻപുട്ട് യൂണിറ്റ് ആണ്. ഇനി ഇത് കീ പ്രസ് തന്നെ ആവണം എന്നില്ല. ചിലപ്പോ ഒരു മൗസിന്റെ ക്ലിക്ക് ആവാം, ക്ലിക്ക് ഓഫ് ബട്ടൺ ആവാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു കീ പ്രസ് തന്നെ ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫോർമാറ്റിൽ കൂടെ കൊടുത്തിട്ടുള്ള ഡേറ്റ ആയിരിക്കാം, ഡേറ്റ പ്രൊവൈഡഡ് ത്രൂ എനി അതർ ഇൻപുട്ട് ഡിവൈസസ്, എന്തെങ്കിലും ഡിഫറെന്റ് ഫോർമാറ്റിൽ ആയിരിക്കാം. എന്താണെങ്കിലും ഇൻപുട്ട് ഡിവൈസ് ആണ് എന്താണ് ഈ കറസ്പോണ്ടിങ് സിഗ്നൽ ഡിജിറ്റൽ ഡേറ്റയിലേക്ക് മാറ്റുന്നത്. സോ ഡിജിറ്റൽ ഡേറ്റയിലേക്ക് മാറ്റുമ്പോൾ റീഡബിൾ ഫോർമാറ്റിലാവും. റീഡബിൾ ഫോർമാറ്റ് ഓഫ് കമ്പ്യൂട്ടറിലേക്ക് അതിനെ ചേഞ്ച് ചെയ്യുന്നത് ആക്ച്വലി ഇൻപുട്ട് യൂണിറ്റ് ആണ്. ഇനി കൺവേർട്ട് ചെയ്ത ഇതുകൊണ്ട് മാത്രം ഇൻപുട്ട് യൂണിറ്റിന്റെ ഫംഗ്ഷൻ തീർന്നില്ല, ഡിജിറ്റൽ ഇതിലേക്ക് മാറ്റി. സെക്കൻഡ് ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവേർട്ടഡ് ഡേറ്റേനെ ഡിജിറ്റലി കൺവേർട്ടഡ് ഡേറ്റേനെ സി പി യുയിലേക്കോ അല്ലെങ്കിൽ മെമ്മറിയിലേക്കോ സെൻഡ് ചെയ്യുക എന്നത് ഇതിന് എന്ന ജോബാണ്. ഇനി സെൻഡ് ചെയ്യുന്നത് സിസ്റ്റം ബസ് വഴി, സിസ്റ്റം ബസ് വഴിയാണ് ഇത് സെൻഡ് ചെയ്യുന്നത്. പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെൻഡ് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയുണ്ടെന്ന്. കീബോർഡ്, മൗസ് എല്ലാം ഇതിന് എക്സാമ്പിൾ. ടച്ച് സ്ക്രീൻസ് ഇൻപുട്ട് ഡിവൈസസിന് എക്സാമ്പിൾസ് തന്നെയാണ്. രണ്ടാമത്തെ യൂണിറ്റ് നോക്കാം, മെമ്മറി യൂണിറ്റ്. നെയിം സജസ്റ്റ് എന്തോ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെമ്മറി യൂണിറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മെയിൻലി ഇത് സ്റ്റോറേജ് ആണ്, സ്റ്റോറേജ് ഓഫ് ഡേറ്റ, ഇൻസ്ട്രക്ഷൻ സ്റ്റോറേജ്. ഡേറ്റ മാത്രമല്ല, ഡേറ്റനെ സ്റ്റോർ ചെയ്യും, ഇൻസ്ട്രക്ഷൻസിനെ സ്റ്റോർ ചെയ്യും, ഇന്റർമീഡിയറ്റ് റിസൾട്ട്സിനെയും സ്റ്റോർ ചെയ്യും. ഇന്റർമീഡിയറ്റ് ഫൈനൽ റിസൾട്ട്സിനെയും പ്രോസസ്സിംഗിന് ആവശ്യമായ എന്ത് റിസൾട്ട്സിനെയും മെമ്മറി യൂണിറ്റ് ആണ് സ്റ്റോർ ചെയ്യുന്നത്. ആക്ച്വലി ഡിവൈസിന്റെയും സി പി യുവിന്റെയും ഇടയ്ക്കുള്ള ഒരു ബ്രിഡ്ജ് പോലെയാണ് മെമ്മറി യൂണിറ്റ്. ആക്ച്വലി act like a bridge between input devices and CPU. ഇത് ഈ പറഞ്ഞതുപോലെ ഇൻസ്ട്രക്ഷൻസിനെ സ്റ്റോർ ചെയ്യുമെന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് പ്രോഗ്രാം. സോ പ്രോഗ്രാംസിന് സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി മെമ്മറി യൂണിറ്റ് ഉണ്ട്. ഡേറ്റേനെയും പ്രോഗ്രാമിനെയും റിസൾട്ട്സിനെയും സ്റ്റോർ ചെയ്യും. ബേസിക്കലി മെമ്മറി യൂണിറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് രണ്ട് തരത്തിൽ ഇതിനെ ആക്ച്വലി ഡിവൈഡ് ചെയ്യാം. പ്രൈമറി മെമ്മറി ആയിട്ടും സെക്കൻഡറി മെമ്മറി ആയിട്ട് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാം. സ്റ്റോറേജ് ഡിവൈസസ് എന്ന് പറയുന്നത് പ്രൈമറി മെമ്മറി എന്ന് പറയുമ്പോൾ മെയിൻ മെമ്മറി എന്ന് പറയുന്നതാണ് പ്രൈമറി മെമ്മറി. ഇത് റാം, നമ്മൾ റാൻഡം ആക്സസ് മെമ്മറി, റാം എന്ന് പറയുന്നത് നമ്മുടെ പ്രൈമറി മെമ്മറിയാണ്. ഇതെങ്ങനെയാ വെച്ചാൽ വോളറ്റൈൽ ആണ്. കറണ്ട് പവർ കട്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ റാമിൽ ഉണ്ടായിരുന്നത് ഇറേസ് ആയി പോകും. ആക്ച്വലി ഡേറ്റ ലോസ്റ്റ് ആയി പോകും. വോളറ്റൈൽ എന്നാണ് അതിന് പറയും. സെയിം ടൈം സെക്കൻഡറി മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മൾ അഡീഷണൽ എക്സ്ട്രാ സ്റ്റോറേജ് നമ്മൾ കൊടുക്കുന്നതിനെയാണ് സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ ആയിട്ട് അഡീഷണൽ സ്റ്റോറേജ് നമ്മൾ കൊടുക്കുന്നത്. ബേസിക്കലി നോൺ വോളറ്റൈൽ ആണ്. ഇതിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പെർമനന്റ് സ്റ്റോറേജ് ആണ്. നമ്മളായിട്ട് ഡിലീറ്റ് ചെയ്യാറ് ഇത് അവിടുന്ന് പ്രൂവ് ചെയ്യും. നമ്മൾ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇതിന് എക്സാമ്പിൾ. ഹാർഡ് ഡിസ്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിന്റെ എക്സാമ്പിൾ ആയിട്ടാണ് വേണം. ടെമ്പററി സ്റ്റോറേജ് ആണ് ആക്ച്വലി എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത്. ടെമ്പററി സ്റ്റോറേജ് ആണ്. വോൾട്ടൈൽ ആണെന്ന് പറഞ്ഞു, പവർ ഓഫ് ആയാൽ അത് പോകും. സ്റ്റോറേജ് ആണ്. പെർമനന്റ് സ്റ്റോറേജ് ആണ്. അൺലെസ് ആൻഡ് അണ്ടിൽ നമ്മളായിട്ട് യൂസർ ആയിട്ട് അതിൽ ഡിലീറ്റ് ചെയ്തില്ല എങ്കിൽ. ഈ പ്രൈമറി മെമ്മറിയുമായിട്ടാണ് ആക്ച്വലി സി പി യു ഡയറക്ട്ലി ആക്സസ് ചെയ്യുന്നത്. സി പി യു ഡയറക്ട്ലി പ്രോസസ്സും ഡയറക്ട്ലി ആക്സസ് ചെയ്യുന്നത് പ്രൈമറി മെമ്മറിനെയാണ്.
അതായത് ഒരു ഇമ്മീഡിയറ്റ് ഡേറ്റയോ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ച ഒരു റിസൾട്ടിനെ ഒക്കെ ആക്സസ് ചെയ്യാൻ വേണ്ടി പ്രോസസ്സിംഗ് ടൈമിൽ പ്രൈമറി മെമ്മറിനെയാണ് CPU ആക്സസ് ചെയ്യുന്നത്. വേറെ സെക്കൻഡറി മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ഡേറ്റ സ്റ്റോറേജിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ലോങ് ടേം ഡേറ്റ സ്റ്റോറേജിനാണ്. അത് CPU ഡയറക്ട്ലി ആക്സസ് ചെയ്യുന്നില്ല. CPU ഡയറക്ട്ലി ആക്സസ് ചെയ്യാത്തതാണ് സെക്കൻഡറി മെമ്മറി ഉള്ളത്. നമുക്കിതിന്റെ വർക്കിംഗ് കൂടി ഒന്ന് നോക്കാം. എങ്ങനെയാണ് മെമ്മറി യൂണിറ്റ് വർക്ക് ചെയ്യുന്നത്? എക്സിക്യൂഷന് ആവശ്യമായ ഡേറ്റയെ കിട്ടാൻ വേണ്ടി CPU ആക്ച്വലി മെമ്മറി യൂണിറ്റിലേക്ക് റിക്വസ്റ്റ് സെൻഡ് ചെയ്യും. അപ്പോ CPU റിക്വസ്റ്റ് സെൻഡ് ചെയ്യും. എന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ എക്സിക്യൂഷൻ ഡേറ്റയ്ക്ക് വേണ്ടിയിട്ട്. ദ ഡേറ്റ നെസസറി ഫോർ ദ എക്സിക്യൂഷൻ. സോ ഇറ്റ് ഇസ് ലൈക്ക് CPU request to the memory unit for the corresponding data that is needed for the execution of any process. ഇതപ്പോ എന്നിട്ട് CPU ആ കറസ്പോണ്ടിങ് പ്രോസസ്സിനെ എക്സിക്യൂട്ട് ചെയ്യും. ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ CPU processes that and corresponding result stored back. കറസ്പോണ്ടിങ് റിസൾട്ടിനെ മെമ്മറിയിലേക്ക് തന്നെ സ്റ്റോർ ചെയ്യും. ലേറ്റർ ആയിട്ടുള്ള എന്തെങ്കിലും യൂസിന് വേണ്ടി. ഇങ്ങനെയാണ് മെയിൻലി മെമ്മറിയുടെ വർക്കിംഗ് വരുന്നത്. CPUവിന് ആവശ്യമായ ഡേറ്റയെ എക്സിക്യൂട്ട് ചെയ്യാൻ CPU ആക്ച്വലി മെമ്മറി യൂണിറ്റിലേക്കാണ് റിക്വസ്റ്റ് ചെയ്യുന്നത്. കിട്ടിയ ഡേറ്റനെ വെച്ചിട്ട് CPU ആ പ്രോസസ് എക്സിക്യൂട്ട് ചെയ്യും. റിസൾട്ടിനെ തിരിച്ച് മെമ്മറിയിലേക്ക് തന്നെ സ്റ്റോർ ചെയ്യുകയും ചെയ്യും. നമ്മൾ നോക്കാൻ പോകുന്നത് ALU ആണ്, അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്. നമുക്ക് നെയിം കേൾക്കുമ്പോൾ തന്നെ അറിയാം, അരിത്തമെറ്റിക്കൽ ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യൂണിറ്റ് ആണ്. ഒരു CPU ഫണ്ടമെന്റൽ കമ്പോണന്റ് എന്ന് പറയുന്നത് ALU ആണ്. CPU-ന് നമ്മൾ ആ ഡയഗ്രത്തിൽ കണ്ടിരുന്നു. ഇത് പ്രോസസറിന്റെ അകത്തുള്ള കോമ്പണന്റ് ആണ് ALU, കൺട്രോൾ യൂണിറ്റ്. CPU ഫണ്ടമെന്റൽ കമ്പോണന്റ് എന്ന് പറയുന്നത് ALU ആണ്. എല്ലാ അരിത്തമെറ്റിക്കൽ ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസും പെർഫോം ചെയ്യുന്നത് ആക്ച്വലി ALU ആയിരിക്കും. അരിത്തമെറ്റിക് ആൻഡ് ലോജിക് ഓപ്പറേഷൻസ്. വർക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. CPU ആണ് ആക്ച്വലി ALU-നോട് കറസ്പോണ്ടിങ് ഇൻപുട്ടിനെയും കൺട്രോൾ സിഗ്നലിനെയും കൊടുത്തിട്ട് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ പറയുന്നത്. CPU കറസ്പോണ്ടിങ് ഇൻപുട്ടിനെയും പ്ലസ് കൺട്രോൾ സിഗ്നൽസ് എന്ന് പറയുന്നത് ഓപ്പറേഷന് വേണ്ടുന്നുള്ള നമ്മുടെ പ്രോഗ്രാം പോലെ തന്നെയാണ്. അത് ALU-ലേക്ക് കൊടുക്കും. അപ്പൊ ALU-ന് മനസ്സിലാവും ഈ ഇൻപുട്ട് വെച്ച് ഈ പറഞ്ഞിരിക്കുന്ന ഓപ്പറേഷൻസ് ആണ് പെർഫോം ചെയ്യേണ്ടത്. കൺട്രോൾ സിഗ്നൽസ് പറഞ്ഞതനുസരിച്ച് ALU ആ കറസ്പോണ്ടിങ് ഓപ്പറേഷൻ പെർഫോം ചെയ്യും. എന്നിട്ട് ALU പെർഫോം ചെയ്ത ആ ഓപ്പറേഷനെ തിരിച്ച് റിസൾട്ടിനെ CPU-ലേക്ക് തന്നെ കൊടുക്കും. ALU ആക്ച്വലി ചെയ്യുന്നത് കൺട്രോൾ സിഗ്നലിൽ പറഞ്ഞിരിക്കുന്ന പ്രോഗ്രാം അനുസരിച്ചുള്ള ഓപ്പറേഷൻ കറസ്പോണ്ടിങ് ഇൻപുട്ട് വെച്ച് പെർഫോം ചെയ്ത് റിസൾട്ടിനെ തിരിച്ച് CPU-ലേക്ക് തന്നെ കൊടുക്കും. ഇപ്പോൾ CPU വേണമെങ്കിൽ ചിലപ്പോൾ മെമ്മറിയിലേക്ക് റൈറ്റ് ആകാം, അല്ലെങ്കിൽ അതിന്റെ കൺട്രോൾ സിഗ്നൽ അനുസരിച്ച് ഏതെങ്കിലും ഔട്ട്പുട്ട് ഇതിലേക്കാണ് കൊടുക്കേണ്ടത്, ഇങ്ങനെയും കൊടുക്കാം. അപ്പോ സപ്പോസ് ചിലപ്പോൾ ഈ ഓപ്പറേഷന്റെ അകത്ത് എന്തെങ്കിലും ക്യാരി, ഇപ്പൊ A+B എന്ന് ചെയ്യുമ്പോൾ 10+2 ആണെങ്കിൽ 12, ഒരു 12 എന്നുള്ളതിൽ ഒരു 1 ക്യാരി വരുന്ന എന്തെങ്കിലും ഒരു ക്യാരി വരുന്ന കേസുകൾ ഉണ്ടെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ഫ്ലാഗിനെ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. കമ്പ്യൂട്ടറിന് കുറെ ഫ്ലാഗ്സ് ഉണ്ട്. അതായത് ഇപ്പോ ഓവർഫ്ലോ, ക്യാരി എന്നൊക്കെ പറയുന്ന കുറച്ച് ഫ്ലാഗ്സ് ഉണ്ട്. ഫ്ലാഗ് വരുന്ന സമയമാണെങ്കിൽ ഈ കറസ്പോണ്ടിങ് ക്യാരി ഫ്ലാഗിന് ട്രൂ എന്ന് സെറ്റ് ചെയ്യും. അത് ALU തന്നെയാണ് പെർഫോം ചെയ്യുന്നത്. അപ്പൊ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത് കറസ്പോണ്ടിങ് ഫ്ലാഗ് ഉണ്ടെങ്കിൽ അതിനെ സെറ്റ് ചെയ്യുന്നത് ALU-ന്റെ തന്നെ ഫംഗ്ഷനാണ്. ബേസിക് ആയിട്ട് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സപ്പോസ് നമ്മുടെ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് A-നെയും B-യുടെയും വാല്യൂസിനെ ആഡ് ചെയ്യാനാണെന്ന് വിചാരിക്കാം. അപ്പൊ ഫസ്റ്റ് തന്നെ നടക്കാൻ പോകുന്നത് A ആൻഡ് കറസ്പോണ്ടിങ് B-യുടെ വാല്യൂസിനെ CPU-ന്റെ രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്യും. CPU-ന്റെ രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്യും. സെറ്റ് എന്ന് പറയുന്നത് കൺട്രോൾ സിഗ്നൽ എന്താണെന്ന് നോക്കും. അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്നത് അഡീഷൻ ചെയ്യാണെന്നുള്ളതാണ്. എന്നിട്ട് ALU എന്ത് ചെയ്യും? ALU അതിനെ ആഡ് ചെയ്യും.
അപ്പോൾ റിസൾട്ട് ആഡ് ചെയ്താൽ റിസൾട്ട് വന്നു. റിസൾട്ടിനെ കറസ്പോണ്ടിങ് സ്റ്റോർ ചെയ്യുന്നു, റിസൾട്ട് സ്റ്റോറേജ് നടത്തുന്നു, എന്നിട്ട് ഫ്ലാഗ് ഉണ്ടെങ്കിൽ അതിന് സെറ്റിംഗ് ചെയ്യും. ഇത്രയാണ് ബേസിക്കലി ഒരു ALU പെർഫോം ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് യൂണിറ്റ് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഔട്ട്പുട്ട് യൂണിറ്റ്, നമ്മൾ എന്തൊരു ഓപ്പറേഷന്റെയും ഔട്ട്പുട്ട് നമ്മുടെ മുമ്പിൽ കാണുന്ന മോണിറ്റർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് ഡിവൈസിൽ കൂടെയാണ്. അപ്പോ പ്രോസസ്ഡ് ഡേറ്റയെ യൂസറിന് അണ്ടർസ്റ്റാൻഡബിൾ ആകുന്ന രീതിയിൽ പ്രസന്റ് ചെയ്യുന്നു. യൂസറിന് അണ്ടർസ്റ്റാൻഡബിൾ ആകുന്ന രീതിയിൽ പെർഫോം ചെയ്യുക എന്നതാണ് ഔട്ട്പുട്ട് യൂണിറ്റിന്റെ ബേസിക് ഫംഗ്ഷൻ. ഇതിൽ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്നത് ഡിജിറ്റൽ ഡേറ്റ മാത്രമാണ്, ബൈനറി ആയിട്ടുള്ള സീറോസ് ആൻഡ് വൺസ് മാത്രം. അത് നമ്മൾക്ക് യൂസറിന് കറസ്പോണ്ടിങ് മനസ്സിലാകില്ല. സോ നമ്മൾക്ക് മനസ്സിലാകുന്ന രീതിയിലേക്ക് ഡിജിറ്റൽ ഡേറ്റയെ തിരിച്ച് കൺവേർട്ട് ചെയ്യുക എന്നതാണ് ഔട്ട്പുട്ട് ഡിവൈസിന് മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ. CPU ആണ് ഡേറ്റനെ പ്രോസസ് ചെയ്തത്. CPU ഡേറ്റനെ പ്രോസസ് ചെയ്തിട്ടുണ്ടായിരുന്നു based on ഇൻപുട്ട് ആൻഡ് ഇൻസ്ട്രക്ഷൻസ്. ഇൻപുട്ടിനെയും ഇൻസ്ട്രക്ഷൻസിനെയും ബേസ് ചെയ്ത് CPU പ്രോസസ് ചെയ്തിട്ടുണ്ട്. ഈ പ്രോസസ്ഡ് ഡേറ്റയെയാണ് ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് സെൻഡ് ചെയ്യുന്നത്, ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. സോ ഔട്ട്പുട്ട് ഡിവൈസ് എന്ത് ചെയ്യും? ഈ ഡിജിറ്റൽ ഡേറ്റ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ഡിവൈസിന്റെ മോഡ് ഓഫ് ഡിസ്പ്ലേയിലേക്ക് അതിനെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ഡിവൈസിന്റെ ഫോർമാറ്റിലേക്ക് മാറ്റുന്നു. ഇതാണ് ബേസിക് ആയി ഔട്ട്പുട്ട് ഡിവൈസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് യൂണിറ്റ് കൺട്രോൾ യൂണിറ്റ്. കൺട്രോൾ യൂണിറ്റ് CPU-ന്റെ അണ്ടറിൽ തന്നെ വരുന്നതാണ്, പ്രോസസറിന്റെ കൂടെ തന്നെയുള്ളതാണ് കൺട്രോൾ യൂണിറ്റ്. ALU-ന്റെ ഒപ്പം തന്നെയാണ് നമ്മൾ ഇതിനെ വരച്ചത്. ബേസിക്കലി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ കോർഡിനേറ്റ് ചെയ്യുന്നു, എല്ലാ ഓപ്പറേഷൻസിനെയും കോർഡിനേറ്റ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുക എന്നതുമാണ് കൺട്രോൾ യൂണിറ്റിന്റെ ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷൻ. കോർഡിനേറ്റ് ആൻഡ് കൺട്രോൾ ഓൾ ദ ഓപ്പറേഷൻസ് ഓഫ് ദ കമ്പ്യൂട്ടർ ഇതെങ്ങനെയാണ്? ബൈ ഡിറക്റ്റിംഗ് ദ ഫ്ലോ ഓഫ് ദ ഡേറ്റ ബിറ്റ്വീൻ പ്രോസസർ ആൻഡ് അതർ കോമ്പണൻസ്. അതായത് ഇത് ചെയ്യുന്നത് ഡിറക്റ്റ് ചെയ്യുന്നു. എന്തിനെ? ഡിറക്റ്റിംഗ് ദ ഫ്ലോ ഓഫ് ഡേറ്റ ബിറ്റ്വീൻ എന്തെല്ലാം തമ്മിൽ? പ്രോസസറും അതർ കോമ്പണൻസ് ഓഫ് കമ്പ്യൂട്ടർ. പ്രോസസർ ആൻഡ് അതർ കോമ്പണൻസ് ഓഫ് കമ്പ്യൂട്ടർ. ബേസിക്കലി ഇത്ര കാര്യങ്ങളാണ് ഒരു കൺട്രോൾ യൂണിറ്റ് ചെയ്യുന്നത്. കോർഡിനേഷൻ ആൻഡ് കൺട്രോളിംഗ് ആൻഡ് അഗെയിൻ ഡയറക്ട് ദ ഫ്ലോ ഓഫ് ഡേറ്റ ബിറ്റ്വീൻ പ്രോസസർ ആൻഡ് അതർ കോമ്പണൻസ് ഓഫ് ദ കമ്പ്യൂട്ടർ. അതായത് മെമ്മറി, ഔട്ട്പുട്ട് ഡിവൈസ്, ഇൻപുട്ട് ഡിവൈസ് എല്ലാത്തിൽ നിന്നുമുള്ള ഫ്ലോയെ കൺട്രോൾ യൂണിറ്റ് ആണ് ആക്ച്വലി കൺട്രോൾ ചെയ്യുന്നത്. ഇനി ഇതിന്റെ ഫംഗ്ഷൻ ഇന്റർതിങ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം ഇതിന്റെ ഫങ്ഷൻസ് ആണ്. ഇൻസ്ട്രക്ഷൻ ഫെച്ചിങ് ആണ് ഇതിന്റെ ഇൻസ്ട്രക്ഷൻ ഫെച്ചിങ്. ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻ ഫെച്ചിങ്. ഇൻസ്ട്രക്ഷൻസ് ഫ്രം മെമ്മറി അല്ലെങ്കിൽ മെമ്മറിയിൽ നിന്ന് എടുത്ത് അതിന് കറസ്പോണ്ട് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് വരുന്നു. ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ എന്നൊരു രജിസ്റ്റർ ഉണ്ട്, അവിടെയാണ് ഇൻസ്ട്രക്ഷൻസ് എല്ലാം സ്റ്റോർ ചെയ്യുന്നത്. സോ fetching the corresponding instruction from memory and placing it to instruction register. അതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഇൻസ്ട്രക്ഷൻ ഡീകോഡിംഗ്. ഇൻസ്ട്രക്ഷൻ ഉപയോഗിക്കുന്നത് അതിന് മനസ്സിലാകുന്ന ഭാഷയിലല്ല, അതിന് കറസ്പോണ്ടിങ് ഇന്റർപ്രറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിന് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് ഡീകോഡ് ചെയ്യുക എന്നതാണ് അടുത്ത ഫംഗ്ഷൻ. സോ ഇന്റർപ്രറ്റിംഗ് ഓർ ഡീകോഡിംഗ് ദ കറസ്പോണ്ടിങ് വൈബ്രേഷൻ. കൺട്രോൾ സിഗ്നൽ ജനറേഷൻ. നമ്മൾ പറഞ്ഞു ഇതെല്ലാത്തിനെയും കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ കറസ്പോണ്ടിങ് കൺട്രോൾ സിഗ്നലിനെ ജനറേറ്റ് ചെയ്യാന്നുള്ളതും CPU-ന്റെ കറസ്പോണ്ടിങ് കൺട്രോൾ യൂണിറ്റിന്റെ തന്നെ ഫംഗ്ഷൻ ആണ്. അപ്പോ ഈ കൺട്രോൾ സിഗ്നൽസിന് അതർ കോമ്പണൻസിലേക്ക് കൊടുക്കും, അതായത് മെമ്മറി, പെരിഫറൽസ് എല്ലാത്തിനും കറസ്പോണ്ട് ഇൻസ്ട്രക്ഷനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി കോമ്പണൻസിനും കൊടുക്കുന്നു. ടൈമിംഗ് ആൻഡ് സിങ്ക്രണൈസേഷൻ. ടൈമിംഗ് ആൻഡ് സിങ്ക്രണൈസേഷൻ
അതായത് കറക്റ്റ് ആയിട്ടുള്ള ടൈമിൽ നമുക്ക് ഇൻപുട്ട് ഡേറ്റ കിട്ടണം, അല്ലെങ്കിൽ അത് കറസ്പോണ്ടിങ് പ്രോസസറിലേക്ക് പോകണം, മെമ്മറിയിൽ സേവ് ആകണം, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളുടെയും ഓൾ ഓപ്പറേഷൻസ് കറക്റ്റ് ടൈമിൽ നടത്തുക എന്നുള്ളത് കൺട്രോൾ യൂണിറ്റിന്റെ ഫംഗ്ഷൻ ആണ്. നെക്സ്റ്റ് വൺ ആണ് ഡേറ്റ ഫ്ലോ കൺട്രോൾ. ഡേറ്റ ഫ്ലോ കൺട്രോൾ സി പി യുയിൽ നിന്നും അതർ കോമ്പോണൻസിലേക്ക്, എല്ലാ കോമ്പോണൻസിലേക്കും ഡേറ്റ കറക്റ്റ് ആയിട്ട് എത്തുക എന്നുള്ളത് കൺട്രോൾ യൂണിറ്റ് ആണ് എൻഷുർ ചെയ്യുന്നത്. സി പി യുയിൽ നിന്നും എല്ലാ അതർ കോമ്പോണൻസിലേക്കും ഇതിന്റെ ഫ്ലോ എൻഷുർ ചെയ്യുന്നത് കൺട്രോൾ യൂണിറ്റ് ആണ്. ലാസ്റ്റ് വൺ നമുക്ക് ആസ് എ ഹോൾ എന്താണ് ഒരു കമ്പ്യൂട്ടർ ചെയ്യുന്നത്, ഓപ്പറേഷൻ ഓഫ് എ കംപ്ലീറ്റ് കമ്പ്യൂട്ടർ എന്താണെന്ന് നോക്കാം. ദാറ്റ് മീൻസ് ഓപ്പറേറ്റിംഗ് ഓഫ് എ കമ്പ്യൂട്ടർ, ഒരു കംപ്ലീറ്റ് ആയിട്ടൊരു കമ്പ്യൂട്ടർ കംപ്ലീറ്റ് എന്താണ് ചെയ്യുന്നത്, ഇങ്ങനെ വേർഡ്സ് എങ്ങനെയാണെന്ന് നോക്കാം. കമ്പ്യൂട്ടർ ഇൻപുട്ട് ഡിവൈസസിൽ നിന്ന് പ്രോഗ്രാമായിട്ട്, പ്രോഗ്രാമിന്റെ ഫോർമാറ്റിലും ഡേറ്റ ആയിട്ട് കറസ്പോണ്ടിങ് ഇൻഫോർമേഷനും കറസ്പോണ്ടിങ് കമ്പ്യൂട്ടർ പ്രോസസർ അക്സെപ്റ്റ് ചെയ്യുന്നു. ഈ അക്സെപ്റ്റ് ചെയ്തതിനെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യും, എന്നാലേ നമുക്കതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ കറസ്പോണ്ടിങ് രജിസ്റ്റേഴ്സിലേക്ക്. ഈ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് പ്രോഗ്രാമിനെയും ഇൻസ്ട്രക്ഷനെയും സെറ്റ് ചെയ്യുന്നു. കൺട്രോൾ യൂണിറ്റ് അതിനെ എടുത്ത് സെറ്റ് ചെയ്തിട്ട് ALUവിലേക്കും അല്ലെങ്കിൽ പ്രോസസറിലേക്ക് കൊടുക്കുന്നു. സെറ്റ് ചെയ്ത് കറസ്പോണ്ടിങ് ഇതിലേക്ക് കൊടുക്കുന്നു. ഈ ഓപ്പറേഷൻ കറസ്പോണ്ടിങ് പെർഫോം ചെയ്തിട്ട് ഔട്ട്പുട്ട് മെമ്മറിയിലേക്ക് തിരിച്ച് സ്റ്റോർ ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ വഴിയും ഈ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് കൊടുത്ത് അതിനെ ഡിസ്പ്ലേ ചെയ്യിക്കുന്നു. ഇതാണ് ബേസിക്കലി ഒരു കമ്പ്യൂട്ടറിൽ നടക്കുന്ന കാര്യം എന്ന് പറയുന്നത്.